ഹലോ, ഇന്ന് ഞാൻ നിങ്ങളുണ്ടല്ലോ സിക്കിമിലെ ഒരു ദിവസത്തെ 3 ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നത് കാണിച്ചു തരാം. അതായത് രാവിലെ മുതൽ സന്ധ്യ വരെയുള്ളത് മൂന്ന് കാലാവസ്ഥയാണ്. ഇതിപ്പോൾ രാവിലെ മുതൽ തകർത്ത് പെയ്യുന്ന മഴയാണ്. ഇത് രാവിലത്തെ മഴയാണ് കേട്ടോ. അത് കഴിഞ്ഞൊരു ഉച്ചയായപ്പോൾ ഉള്ള കാലാവസ്ഥയാണ് ഇത്. ഇങ്ങനെ തുള്ളി വെച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്വാർട്ടേഴ്സ് താഴെയാണ്, ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. അപ്പോൾ താഴെ നിന്നുള്ള വ്യൂ ആണ് ഇത്. ഒരു ബിൽഡിങ്ങിൽ 4 ക്വാർട്ടേഴ്സാണ്. ഞങ്ങൾ താഴത്തെ ക്വാർട്ടേഴ്സാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചേട്ടൻ ഊണ് കഴിഞ്ഞ് പോകാൻ നേരം ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ എടുത്തതാണ്. ജോക്ക് ഒരുപാടുള്ളത് കാരണം മഴയുള്ളപ്പോൾ വെളിയിൽ ഇറങ്ങില്ല. അതുകൊണ്ട് അവിടെയാണ് കാഞ്ചൻജംഗ ഞാൻ കഴിഞ്ഞൊരു ഷോർട്സ് വീഡിയോയിൽ കാണിച്ചു തന്നത്. ഇപ്പോൾ ഫുൾ ഫോഗായ കാരണം കാഞ്ചൻജംഗയിൽ പോയിട്ട് ഒരു മല പോലും അവിടെ കാണാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ മഴ പെയ്ത് മഴയും പോകും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഇത് വൈകുന്നേരം അപ്പോൾ ക്വാർട്ടേഴ്സിലിരുന്നപ്പോൾ നല്ല വെയിൽ വരുന്നത്. അങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ നല്ല അത്യാവശ്യം വെയിലുണ്ട്. ആ മഴയൊക്കെ ഒന്ന് മാറി ഫോഗൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് അങ്ങും ഇങ്ങനെയൊക്കെ ഉള്ളു ചെറിയ ഫോഗ്. നല്ല ഭംഗിയുണ്ട് കാണാനും. അതിന് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ മേളിൽ പോയാൽ നല്ലതായിരിക്കുള്ളൂ. മണ്ടയ്ക്കെല്ലാം മഴ പെയ്ത് തെന്നി കിടക്കുന്ന കാരണം മേളോട്ട് കയറാൻ പേടി. ഞാൻ പോയ എൻ്റെ പോകുന്ന സൗണ്ട് കേട്ട് പൊന്നു കൂടെ. അങ്ങനെ പിന്നെ പൊന്നിനെ കൊണ്ട് നേരെ മേളോട്ട് വിട്ട് മേളിൽ ചെന്നപ്പോഴത്തേന് നമ്മുടെ ദീദീസ് എല്ലാ ആൾക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ചെന്നപ്പോഴേ എന്നോട് പറഞ്ഞു, ദീദി വീഡിയോ എടുക്കുക. ഞാൻ പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മേലോട്ട് കയറി വന്നത്. ഇത് കണ്ടോ, ഫുൾ ഫോഗാണോ ക്ലൗഡാണോ എന്ന് എനിക്കറിയാൻ വയ്യ. നല്ല ഭംഗിയുണ്ട് കാണാതെ. ഇങ്ങനെ കൂടി വരുവാണ് ഫുൾ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുൾ 4 വശം മലയാണ്. മലയുടെ നടുക്കാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. ഇത് കണ്ടോ, അവിടെയൊക്കെ മേളിലൊക്കെ ചെറിയ ഡെറ്റുണ്ട് ആർമിക്കാരുടെ. ഇത് ആ കാണുന്ന ആർമിക്കാരുടെ ഡെറ്റാണ്. 4 വശവും മലയാണ്. മേളിലൊക്കെ നല്ല വെയിലുണ്ട്. പക്ഷെ നമുക്ക് താഴെ അത്രയും ചൂട് എഫക്റ്റ് ചെയ്യത്തില്ല. മേളിലാണ് നല്ല ചൂട്. ഇവിടെ ചേട്ടൻ്റെയൊക്കെ ഓഫീസൊക്കെ ഒത്തിരി താഴെയാണ്. ക്വാർട്ടേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ. അങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ റെയിൻബോ വന്ന്. ഇത്രയും വലിയ റെയിൻബോ ഞാൻ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. മറ്റേ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേനും പിന്നെയും ക്ലൈമറ്റ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് താഴെയുള്ള ഫോഗെല്ലാം ഇങ്ങനെ മേളോട്ട് വരും. ദൂരെയുള്ള ബിൽഡിംഗ് ഒക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ ഫോഗ് നിൽക്കുന്നത്. ശരിക്കും അത് ഫോഗാണോ അതോ മേഘമാണോ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ക്ലൗഡാണോ ഫോഗാണോ എന്നറിയില്ല. അതിങ്ങനെ മേളോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്നു. നല്ല രസമല്ലേ കാണാൻ. പിന്നെ ആ ഫോഗ് കൂടി വരും കേട്ടോ. നമ്മളിപ്പോൾ തീ കത്തിക്കുമ്പോൾ പുക വരുന്നത് പോലെ ഇങ്ങനെ കൂടി വരുവാണ്. നല്ല ഈ വീഡിയോസിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പണ്ട് ഇത് കണ്ടോ, ഇപ്പം നല്ല രീതിയിൽ ഫോഗായി. നമ്മുടെ പണ്ട് നോട്ട്ബുക്കിൻ്റെ ഒക്കെ ഫ്രണ്ട് പേജിൽ മലയും കുന്നും ഒക്കെ വരത്തില്ലേ, ആ ഒരു നൊസ്റ്റാൾജി എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. പിന്നീട് ലാസ്റ്റ് തന്നെ ഈ ക്ലൈമറ്റിലെത്തി. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.